എപ്പോഴും കളങ്കം ഉണ്ടാകരുത്. നിങ്ങളുടെ നിയോഗത്തിൽ കളങ്കം ഉണ്ടാകരുത്. ദൈവത്തിൽ നിരക്കാത്ത നിയോഗങ്ങൾ സ്വീകാര്യമല്ല. പല ഉടമ്പടി എടുത്താൽ പോകാത്തതിൻ്റെ കാര്യം ദൈവത്തിൽ നിരക്കാത്ത നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യവും അത് മറ്റുള്ളവർക്ക് എന്തിനാണ് ഈ മുത്തമകളെ കൊണ്ടുവന്ന് അരികെ താമസിക്കുന്നത് എന്തിനാണെന്നറിയാവോ? കൂടെ താമസിക്കുന്ന മരുമകൾക്ക് പണി കൊടുക്കാനാണേ. അതാണ് വിഷയം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വളരെ തന്ത്രവും കുതന്ത്രവും പിടിച്ച സാധനമാണ്. അതുകൊണ്ടല്ലേ ഈ പരിശുദ്ധ കുർബാനയൊക്കെ ചെല്ലുമ്പോൾ ചില വലിയമ്മമാർക്ക് കൊണ്ടേ കൊടുക്കുമ്പോൾ ഇറങ്ങാത്തതിൻ്റെ കാര്യം എന്താ? ഇറങ്ങിയിട്ട് കാര്യമില്ലെന്ന് കർത്താവിന് തന്നെ അറിയാം. ഈ പിശാചിനകത്തോട്ട് കയറിയിട്ട് കാര്യമില്ലെന്നറിയാം. ആ സാധനം അങ്ങനെ കിടന്ന് ചത്തുപോകും. അഭ്യാസങ്ങളൊന്നും കാണിക്കരുത്. ശരിക്കും പറഞ്ഞാൽ വളരെ നിഷ്കളങ്കരും തൻ്റെ തിരുസന്നിധിയിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കുക. എടുത്ത് തെക്കോടൊപ്പം ശ്രുതികട ഹല്ലേലൂയ 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 ഈശോയെ ഹല്ലേലൂയ ഹല്ലേലൂയ. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എന്തൊരു ആഴമുള്ള വചനമാണെന്ന് നോക്കിയേ. ഒന്നിനു പറഞ്ഞ് തന്റെ മുമ്പാകെ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുന്നേ തന്നെ അവിടുന്ന് നമ്മളെ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തു. അപ്പം ക്രിസ്തുയേശു തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ്? യഹൂദന്മാരെയാണ്? അല്ല, ക്രിസ്ത്യൻസിനെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരാരാണ്? ദൈവദർശനത്തിൽ ആരായിരിക്കണം? തൻ്റെ മുമ്പാകെ പരിശുദ്ധരായിരിക്കണം. പിന്നെ ആരാണ്? കാപട്യം ഉണ്ടാവരുത്, നിഷ്കളങ്കരായിരിക്കണമെന്നാണ്. ഇപ്പം ദൈവത്തിന് നിരക്കാത്ത, ദൈവസ്നേഹത്തിന് നിരക്കാത്ത എല്ലാ നിയോഗങ്ങളും വെട്ടി തീയിലെറിയപ്പെടും. അതാണ് ഈശോ എൻ്റെ പിതാവ് നടാത്ത എല്ലാ വൃക്ഷങ്ങളും വെട്ടി ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 15:13 അവൻ മറുപടി പറഞ്ഞു, എന്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. ഇപ്പൊ ദൈവത്തിന് നിരക്കാത്ത നിയോഗങ്ങൾ, നിഷ്കളങ്കമല്ലാത്ത നിയോഗങ്ങൾ നശിപ്പിക്കപ്പെടും. അപ്പോഴും നിയോഗങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വിഷയം. അതെല്ലാം കുറച്ച് പ്രാർത്ഥിച്ച് വേണം. പ്രാർത്ഥിച്ചും ആലോചിച്ചും ദൈവദർശനം നിരക്കുന്നതാണെന്ന് നോക്കണം. നിങ്ങളുടെ ആപത്തിൽപ്പെട്ടെന്ന് വിചാരിച്ചോ? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ ഈ ജിയോസാൻ്റെ സാക്ഷ്യത്തിൽ എന്താ പറയണമെന്നറിയാമോ? ജിയോസാൻ്റെ വക്കീൽമാർ തന്നെ അയാളുടെ രഹസ്യം ചോർത്തി മറുപക്ഷത്ത് കൊടുത്ത്. അപ്പം അങ്ങനെ കെട്ടിലായിപ്പോയി. ഇങ്ങനെ ഡിഫെൻഡിങ് പോയിൻ്റ് എല്ലാം പോയി.
അപ്പോൾ വന്ന് എന്ത് ചെയ്ത് അമ്മയോട് വന്ന് സങ്കടപ്പെട്ട് പറഞ്ഞു, അവർ ചോർത്തി എല്ലാം നൽകി, അമ്മേ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, ഞാൻ അകത്ത് പോകുമെന്ന് പറഞ്ഞു. ഇയാൾ പറന്ന് അവിടെ എത്തണമെമ്പോൾ തന്നെ ആ വക്കീലന്മാരാകുമ്പോൾ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. പെട്ടെന്നാണ് ആക്ഷനെ സംഭവം, അത്രയും സ്പീഡാണ്. ഇയാൾ ഉടമ്പടി ചെയ്ത് അവിടെ എത്തണമെമ്പോൾ തന്നെ. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഉടമ്പടി നമ്മൾ ഒരു ഗവേഷണ ബുദ്ധിയെ പരിശോധിച്ചാൽ എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ സഡൻ ആക്ഷൻ. ഈ വക്കീൽമാരൻ 3 പേരെ അമ്മ ഒറ്റടിക്ക് ഡിസ്മിസ് ചെയ്യാൻ കാര്യം എന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ജിയോന് അമ്മയ്ക്ക് വിശ്വാസമാണ്. അതാണ് മെയിൻ വിഷയം. ജിയോ ഈ ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോയാൽ ദൈവത്തിന് ഇങ്ങോട്ടേ തരാൻ പറ്റത്തുള്ളൂ. ഈ കൊമേഴ്സ് അവസാനിക്കുമ്പോഴും ജിയോക്ക് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടല്ലേ കൊടുക്കുന്നത്, ദൈവത്തിന് ഇങ്ങോട്ട് തരാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലാണ് ഈ മനുഷ്യൻ ദൈവദൃശ്യനെ വ്യാപരിക്കുന്നത്. അതാണ് തൻ്റെ മുമ്പാകെ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കാൻ. അപ്പം ഇദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ളവരെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ളവരെല്ലാവരും ഈ ബ്ലാക്സ് കാപ്പിരികൾ. അപ്പോൾ 100-200 കാപ്പിരികളുടെ കുടുംബങ്ങളിൽ ഇയാൾ കയറി ഇറങ്ങുകയാണ് കൃപാസനം പത്രം കൊടുക്കാൻ. ഇംഗ്ലീഷിൽ, അവർക്ക് ഇംഗ്ലീഷാണ് ആ വർക്ക് ചെയ്യണ ഇയാൾ ആരാണ്? ഇവിടുത്തെ ഒരു നമ്മുടെ കളക്ടറിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വരെ എന്തൊരു ഹെഡ് വെയ്റ്റാണ്. ഇത് സ്റ്റേറ്റിൻ്റെ അക്കൗണ്ട് ജനറലാണ്. ആ സ്റ്റേറ്റിൻ്റെ അക്കൗണ്ട് ജനറലാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. ഇന്നലെ ഒരു പോലീസുകാരൻ ഇവിടെ വന്നു, അദ്ദേഹത്തിന് ഉടമ്പടി എടുക്കാൻ ബുദ്ധിമുട്ട്, എന്നെ പ്രൈവറ്റായിട്ട് കാണണം. അതാണ് പോലീസുകാരുടെ ഒരു അവസ്ഥ. കർത്താവിനെ പബ്ലിക്കായിട്ട് പ്രഘോഷിക്കാൻ പലർക്കും റിസർവ്ഡാണ്. അതുകൊണ്ട് വലിയ നിസ്സാര കാര്യമില്ല, അത് ഭയങ്കര ഡേഞ്ചറസാണ്, ഭയങ്കര ഡേഞ്ചറസാണത്. അതായത് നമ്മളെപ്പോഴും ദൈവദൃസന്നിധി നമ്മൾക്ക് ഒരു ടോക്കൺ കിട്ടണത് എപ്പോഴും ദൈവത്തിന് നമ്മളെ കൊണ്ടുള്ള പ്രയോജനം പോലെയാണ്. ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ സുവിശേഷം കൈമാറുന്നതനുസരിച്ചാണ്. സുവിശേഷം ജീവിക്കുകയും സുവിശേഷം ആകുകയും സുവിശേഷം ഏകുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ മൂല്യം വർദ്ധിച്ചു വരണത്. അതിൻ്റെ അകത്ത് ഈ മനുഷ്യൻ എന്നിട്ട് ഇവരെല്ലാം കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചിരിക്കുകയാണ്. ഈ ബ്ലാക്സിനെയൊക്കെ കൊണ്ടെല്ലാം അദ്ദേഹം ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അങ്ങേർക്കൊരു സങ്കടം. കാര്യം അയാളോട് പറയും, അച്ഛൻ്റെ ചൊവ്വാഴ്ച ധ്യാനം നിങ്ങൾ കൂടണമെന്ന് പറയും. അച്ഛൻ്റെ ചൊവ്വാഴ്ച ധ്യാനം കൂടണം. അപ്പോൾ അവർക്ക് ഈ മലയാളത്തിലുള്ള ധ്യാനം അവർക്ക് ബ്ലാക്സിന് അറിയത്തില്ലല്ലോ. അവിടെ എന്ത് ചെയ്യും, ബ്ലാക്സിന് വേണ്ടി എൻ്റെ ധ്യാനം മുഴുവനും പുള്ളി എൻ്റെ വചനങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ട് അത് 200 പേർക്ക് ഓൺലൈനിൽ സെൻഡ് ചെയ്യും. ആ വിശേഷ വരെ ചെയ്യണതാണ്. ഇങ്ങനെയാണ് ആൾക്കാർ വളരണത്. അല്ലാതെ ആട് പ്രസവിക്കണം, വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടേച്ച് വീട്ടിൽ പോയി തിരികെ മാതാവ് വരുന്നുണ്ടെന്ന് നോക്കൊണ്ടിരിക്കും. ഒരു പണി ചെയ്യത്തില്ല. അപ്പോഴുള്ള നോട്ട് മാതാവാകുന്നുണ്ടെന്ന് നോക്കും. ഇതൊന്നും ജോസഫച്ചൻ അംഗീകരിക്കണം, നിങ്ങൾക്കറിയാമല്ലോ. പറയാനൊക്കെ അനുവദിക്കണം. നിങ്ങളിവിടെ പറയാൻ അനുവദിക്കണ കാര്യമൊക്കെ ഞാൻ അംഗീകരിക്കണം നിങ്ങൾ ധരിക്കരുത്. ഇതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജയശ്രീ. ഞാൻ വരുന്നത് ചേർത്തലയിലുള്ള എഴുപൂനിൽ നിന്നാണ്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 സെപ്റ്റംബർ 21-നാണ്. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു. എൻ്റെ ജോയിൻ്റൊക്കെ നല്ല തേയ്മാനം ഉണ്ടായിരുന്നു. എൻ്റെ നട്ടലിൻ്റെ 3 അസ്ഥികൾ പരസ്പരം കുത്തിക്കയറി പുറത്തേക്ക് ഉന്തി നേർക്കെട്ടിലോട് കൂടിയ ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. 2 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ സാമ്പത്തികാവസ്ഥ ബുദ്ധിമുട്ടിലായതിനെ തുടർന്ന് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഭക്ഷണം പോലില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. പിന്നീട്
എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ലിങ്കു എന്നാണ് പേര്. അപ്പോൾ ലിങ്കു എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം. അതനുസരിച്ചാണ് ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ വന്ന ദിവസം ഒരു ഹോളിഡേ ആയിരുന്നു. അന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചതല്ല, അത്ര തിരക്കായിരുന്നു. പക്ഷേ അമ്മ മാതാവിൻ്റെ ഇടപെടലൊന്നുകൊണ്ട് മാത്രമാണ് അന്ന് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചത്. അന്ന് ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ബ്രദർ പറഞ്ഞു, ഉടമ്പടി എടുക്കുമ്പോൾ ഈശോയും മാതാവും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. മാതാവ് വന്നാൽ നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തികം ഉണ്ടാവും, വസ്ത്രം ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ അത് കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പോയി. ശരിക്കും എൻ്റെ വീടിൻ്റെ അവസ്ഥ അത്ര ബുദ്ധിമുട്ടിലായിരുന്നു. അന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലേക്ക് പോയി. പക്ഷേ പിറ്റേ ദിവസം മുതൽ എനിക്ക് അത്രയും ഒരു ദിവസം ഫുൾ ഇവിടെ സ്പെൻഡ് ചെയ്തത് മൂലം എൻ്റെ ഹെൽത്ത് വളരെ വീക്കായിട്ടുണ്ടായിരുന്നു. എനിക്ക് രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്ക് രാവിലെ 5:30 എഴുന്നേക്കാനും സാധിക്കുമായിരുന്നില്ല. ഞാൻ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ആ സമയത്ത് ഞാൻ അമ്മയോട് പറയും, അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇത്രയും വയ്യാതിരുന്ന കൊണ്ടാണ് എഴുന്നേൽക്കാൻ സാധിക്കാത്തത്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ആ സമയത്ത് ഞാൻ പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലും. അതിനുശേഷം എൻ്റെ ഹെൽത്ത് വീണ്ടും വീക്കായി. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ ബ്രദർ പറഞ്ഞ കാര്യം ഓർത്തു. അപ്പം ഞാൻ വിചാരിച്ചു, അമ്മ എൻ്റെ അടുത്ത് വരുമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കതിനുള്ള ഒരു യോഗ്യതയില്ല, എന്നാലും അമ്മ വരുമോ എന്നിങ്ങനെ ആകെ വിഷമിച്ചിരുന്നു. പെട്ടെന്ന് എനിക്കൊരു സുഗന്ധം ഫീൽ ചെയ്തു. ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ആരോ വന്നിങ്ങനെ പറയുന്ന പോലെ തോന്നും, നീ പതിയെ നടക്കണം, സാവധാനം നടക്കണം, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു തരും. ആ സമയത്ത് ഞാൻ അതെല്ലാം അനുസരിക്കും. അതിനുശേഷം എൻ്റെ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി തൈലം എല്ലാം ദേഹത്തൊക്കെ വേദനയുള്ള ഭാഗത്തൊക്കെ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് എൻ്റെ വേദനയെല്ലാം എനിക്ക് കുറച്ച് റിലാക്സായി. അതിനുശേഷം എൻ്റെ വേദന കുറച്ച് കുറഞ്ഞതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് ഇരിക്കാനൊക്കെ ശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആരോഗ്യം വളരെ പ്രശ്നത്തിലാണ്. അസുഖത്തിൻ്റെ മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ട് എനിക്ക് അത്ര വീക്കായിരുന്നു എൻ്റെ ഹെൽത്ത്. അന്ന് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും ഉടമ്പടി ഉപ്പെടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് നല്ല നല്ല ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് എനിക്ക് ആരോഗ്യം വരുത്താനുള്ള സാമ്പത്തിക അവസ്ഥയൊന്നുമില്ല, അതുകൊണ്ട് അമ്മയുടെ ഉപ്പിൻ്റെ യോഗ്യത കൊണ്ട് എനിക്ക് ആരോഗ്യം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം മുതൽ എനിക്ക് കസേരയിൽ എഴുന്നേറ്റിരിക്കാനൊക്കെ സാധിച്ചു. പിന്നീടുള്ള ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ എൻ്റെ നട്ടലിൻ്റെ കാര്യം പറഞ്ഞു. നട്ടലിൻ്റെ 3 അസ്ഥികൾ പരസ്പരം കുത്തിക്കയറി പുറത്തേക്ക് ഉന്തി നീർക്കെട്ടിലോട് കൂടിയ അവസ്ഥയുള്ള രോഗിയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനും എൻ്റെ നട്ടലിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ നട്ടലിലെ വേദന നന്നായിട്ട് കുറഞ്ഞു. അതിനുശേഷം ഞാൻ പതിയെ നടക്കാനൊക്കെ തുടങ്ങി. അതിനുശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ ചുറ്റി ഒരു സുഗന്ധം അനുഭവപ്പെടും. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് പുറത്തേക്ക് നടക്കാറിറങ്ങും. അപ്പോഴൊക്കെ എനിക്ക് ആ ഒരു സുഗന്ധാഭിഷേകം ഉണ്ടാകും. ആദ്യം എനിക്കറിയില്ലായിരുന്നു ഇത് മാതാവിൻ്റെ സാന്നിധ്യമാണെന്ന്. പിന്നെ സാക്ഷ്യങ്ങളിലൂടെയാണ് എനിക്കത് മനസ്സിലായത്. അതിനുശേഷം ഞാൻ എനിക്കറിയാവുന്നവരുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വിളിച്ച് പറയും ഫോണിൽ. ആ സമയത്ത് ഞാൻ ഫോൺ വിളിച്ച് പറയുന്ന സമയത്തൊക്കെ എനിക്ക് ആ ഒരു സുഗന്ധാഭിഷേകം ഫീൽ ചെയ്യും. പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരും. അതിനനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യും. അതിനുശേഷം ആണ് ഞാൻ ഓർത്തത്, കൃപാസന പത്രം ഞാൻ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കൃപാസന പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് നടന്നു തുടങ്ങി. ഒരു 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അത്രയും ദൂരം നടക്കുന്നത്. ഞാൻ വിചാരിച്ചു എനിക്ക് പിറ്റേ ദിവസമാകുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല, കാലിനൊക്കെ പ്രശ്നമാകുമെന്ന് വിചാരിച്ചു. പക്ഷേ
എനിക്ക് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മയുടെ കൃപ കൊണ്ട് എനിക്ക് നടക്കാൻ സാധിച്ചു. പിന്നെ അതിന് ശേഷമായിരുന്നു ഒക്ടോബറിലുള്ള ജബ്മാൽ റാലി. ജബ്മാൽ റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് ഞാൻ ജബ്മാൽ ചൊല്ലാൻ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങി. ജബ്മാൽ റാലിക്ക് വേണ്ടി ഒരുങ്ങി തുടങ്ങി. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് അത്ര നടക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, അതുകൊണ്ട് അമ്മ എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടമ്പടി ഉപ്പെടുത്ത് പ്രാർത്ഥിച്ചു കഴിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ആരോഗ്യം തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കൃപാസനത്തിൽ വന്നു. കൃപാസനത്തിൽ വന്ന് ചെരുപ്പ് ഊരി മാറ്റിയിട്ട് കൃപാസനത്തിൽ മുതൽ അർത്തുങ്കൽ പള്ളി വരെ ഞാൻ നടന്നു. പല സമയത്തും ഞാൻ റാലിയുടെ ഏറ്റവും പുറകിലായി പോകുമായിരുന്നു. എനിക്ക് ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ വയ്യാത്ത അവസ്ഥ വരും. ഞാൻ വീഴുമോ എന്നുള്ള അവസ്ഥ വരും. അപ്പം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും, മാതാവേ എന്നെ വീഴ്ത്തരുതേ. ഞാൻ പള്ളി വന്നിട്ട് വീണോട്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഈ ജപമാല പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ സമയത്ത് എൻ്റെ ശരീരം പെട്ടെന്ന് തണുക്കും, പെട്ടെന്ന് എനിക്ക് എനർജി വരും. ഞാൻ മുമ്പത്തേക്കാൾ വേഗത്തിൽ ഭയങ്കര സ്പീഡിൽ നടക്കും. ഇതുപോലെ 2-3 പ്രാവശ്യം ഈ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ നടന്നത്. ഒരിക്കലും എൻ്റെ ആരോഗ്യം കൊണ്ടല്ല, ശരിക്കും എൻ്റെ മാതാവാണ് അന്നെന്നെ നടത്തിച്ചത്. അതിനുശേഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് സുഗന്ധാഭിഷേകമൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ വിചാരിച്ചു അമ്മ എന്നെ വിട്ടുപോയി എന്ന സങ്കടത്തോടെയാണ് ഞാൻ പിന്നീട് ഓരോ കാര്യങ്ങൾ ചെയ്തത്. അമ്മയോട് ഭയങ്കര പരിഭവമായിരുന്നു. എന്നിട്ട് പിണങ്ങി എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും പിണക്കത്തിലാണ് എല്ലാം ചെയ്തിരുന്നത്. അതിനുശേഷമുള്ള ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ അമ്മയെക്കുറിച്ച് പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു യോഗ്യത ഇല്ലാത്തതാണ് ഞാൻ. അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. എന്നിട്ടും എന്നെ പൊന്നു പോലെ നോക്കിയത് എൻ്റെ മാതാവാണ്. അപ്പം ഞാൻ അമ്മയോട് കാര്യം പ്രാർത്ഥിച്ചു, അമ്മേ ഇനി അമ്മ എൻ്റെ അടുത്ത് വരണ്ട, കാരണം അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. അമ്മ എന്നെ കൃപാസനത്തിലിരുന്ന് എന്നെ ഒന്ന് നോക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഉടമ്പടി കാര്യങ്ങൾ വീണ്ടും വളരെ ദൈവസ്നേഹത്തോടെ കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി. പിന്നീട് ഉടമ്പടി പുതുക്കിയിട്ട് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താണ് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറാത്തത്? ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും വേണ്ട എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ. പിന്നെ എന്താ മാറാത്തതെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം എന്നെ നട്ടെല്ലാം നിവർത്തി നിൽക്കാനായിട്ട് ദൈവം എന്നെ അതുവരെ ആക്കി, ഇനി ബാക്കി നീ പ്രവർത്തിച്ച് നേടണം എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും നാൾ ഞാൻ കാരുണ്യ പ്രവർത്തികളൊന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഓരോ വഴികൾ മാതാവ് കാണിച്ചു തന്നു. പക്ഷെ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എനിക്ക് ഇനി മെഡിസിനൊന്നും ഞാൻ കഴിക്കണില്ല, കാരണം ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് പ്രവർത്തിച്ച് എത്ര വൈകിയാലും എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ മാത്രം എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തുന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. ഓരോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ വേദനകളൊക്കെ അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പക്ഷേ ഞാൻ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകുമായിരുന്നു അമ്മമാരെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും ചെയ്യും. പിന്നെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും, ഡ്രസ്സില്ലാത്തവർക്ക് ഡ്രസ്സ് കൊടുക്കും. അതുപോലെ ഓരോ കാരുണ്യ പ്രവൃത്തികളും ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പക്ഷേ എൻ്റെ വലത് കൈയുടെ മുട്ടുകൈ ഭയങ്കര തേയ്മാനമായിരുന്നു. എൻ്റെ വലത് മുട്ടുകൈയുടെ വേദന മാത്രം എനിക്ക് മാറ്റി തന്നില്ല. അപ്പം ഞാൻ വളരെ വിഷമിച്ചു. അന്ന് ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ എൻ്റെ വലത് മുട്ടുകൈയുടെ വേദന മാത്രം നീ എന്താ മാറ്റി തരാത്തതെന്ന് ചോദിച്ചു.
അപ്പോൾ എന്നോട് അങ്ങനെ ഓർത്ത് വിഷമിച്ചു. അതിനുശേഷമുള്ള ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ രോഗശുശ്രൂഷയിൽ പറഞ്ഞു, വലത് മുട്ടുകൈയുടെ അസ്ഥികൾ തേയ്മാനം സംഭവിച്ച് ദ്രവിച്ച് കുത്തുപാടുകളോട് കൂടിയിരിക്കുന്ന രോഗാവസ്ഥയിലുള്ള ഒരു രോഗിയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടിയെന്ന് വേണം പറയാൻ. ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ മുട്ടുകൈയിൽ കുരിശു വരച്ചു. അതിനുശേഷം എൻ്റെ ആ വേദന എനിക്ക് ഈശോ എടുത്ത് മാറ്റി തന്നു. പക്ഷെ പല പ്രാവശ്യം ഞാൻ 2023 മുതൽ ഞാൻ ഉടമ്പടി സാക്ഷ്യം പറയാൻ വേണ്ടി വരുന്നതാണ്. പക്ഷെ എനിക്ക് 4 പ്രാവശ്യം വന്നിട്ടും എനിക്ക് പറയാൻ സാധിച്ചില്ല. ഈ മാസം ജനുവരി 6 മുതൽ ഞാൻ എല്ലാ ദിവസവും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് ആണ് ഇവിടെ വരുന്നത്. കാരണം ഒരുപാട് തടസ്സങ്ങൾ കാരണം എനിക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ പ്രാർത്ഥന അമ്മ മാതാവ് കേട്ടു. അങ്ങനെ എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ള അവസരം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയെ നന്ദി. ഇന്ന് ദൈവം തന്നതല്ലാതെ ഒന്നും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ, ഞാനും എൻ്റെ കുടുംബം ഇവിടെ നിൽക്കാൻ നൽകിയ അനുഗ്രഹത്തിന് ദൈവമേ നന്ദി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് എന്നും എന്നും നന്ദി. എൻ്റെ പേര് ആതിര. ഞാൻ കോടനാട് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് ഞങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് ചേച്ചിമാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അതൊക്കെ വെച്ചായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഒരു മടിയുള്ള ഒരാളായിരുന്നു. പ്രാർത്ഥിക്കാനാണെങ്കിൽ അവിടെ മാതാവ് ഉണ്ടല്ലോ നമ്മുടെ പള്ളിയിലും, നമുക്ക് പ്രാർത്ഥിച്ചാൽ പോരെ എന്നുള്ളൊരു വിചാരമായിരുന്നു. ഞാൻ അങ്ങനെ എന്നാൽ വീട്ടിലുള്ള എല്ലാവർക്കും ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം എന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അതിൽ അധികം ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ചെറുതായിരിക്കുമ്പോൾ മുതൽ മെൻസസിൻ്റെ സമയത്ത് ഹെവി ബ്ലീഡിങ് ഉണ്ടായിരുന്നതാണ്. ഞാൻ എൻ്റെ ചെറിയൊരു പ്രായത്തിൽ മുതൽ. അപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അമ്മ ഈ ഹെവി ബ്ലീഡിങ് ഉണ്ടെങ്കിലും അധികം ഫോളോ അപ്പ് ഗൈനക്കിൻ്റെ ഭാഗത്തുനിന്നൊന്നും എടുത്തിരുന്നില്ല. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. അതിനിടയ്ക്ക് അമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വരികയും നടക്കുമ്പോൾ ഒക്കെ ബ്ലഡ് താഴെ വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി UST സ്കാൻ എടുത്തു അബ്ഡോമൻ്റെ. അപ്പോൾ അതിനകത്തൊരു വലിയൊരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാധാ ഒരു ഫൈബ്രോയിഡ് ആണല്ലോ, അതും വെച്ച് അത് ഓപ്പറേറ്റ് ചെയ്യാമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ അടുത്തുള്ളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ എക്സാമിനേഷൻ ശേഷം പറഞ്ഞു സെർവിക്സിൻ്റെ അവിടെ അത്ര ഹെൽത്തി അല്ല, നമുക്ക് ബയോപ്സി എടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ര സാറ്റിസ്ഫാക്ടറി അല്ലാത്തതുകൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് അമ്മേനെ കൊണ്ടുവന്നു. അവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്, ജസ്റ്റ് നമുക്ക് ഒന്ന് ബയോപ്സി എടുക്കാം എന്നുള്ള രീതിയിൽ. ആദ്യത്തെ ബയോപ്സി എടുത്തു. അതിനകത്ത് HPV പോസിറ്റീവായിട്ട് വന്നു അമ്മയ്ക്ക്. നമുക്കറിയാവുന്ന പോലെ ലീഡിങ് കോസ് ഓഫ് സെർവിക്കൽ ക്യാൻസറിൻ്റെ ഉണ്ടാക്കുന്ന വൈറസാണത് HPV. അപ്പോൾ അമ്മയ്ക്ക് അത് പിന്നെ വളരെ ടെൻഷനായി തുടങ്ങി. അടുത്ത ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ടെൻഷൻ, നിരാശ, ആകെ ഭയങ്കര ഡൗൺ ആയിരിക്കുമായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ബയോപ്സിക്ക് വേണ്ടി ഞങ്ങൾ പോയി. കോൾപോസ്കോപ്പി ബയോപ്സി ആണ് എടുത്തത്, അപ്പോൾ സെർവിക്കൽ ബയോപ്സി. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള സെൽസ്, ക്യാൻസറസോ ആയിട്ടുള്ള സെൽസ് ഉള്ള സ്ഥലത്ത് വൈറ്റ് പാച്ചസ് പോലെ വരും. എന്നിട്ട് അമ്മേനെ കയറ്റി ബയോപ്സി എടുക്കാനായിട്ട്. അപ്പോൾ ഡോക്ടർ കഴിഞ്ഞിട്ട് വന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു വൈറ്റ് പാച്ചസ് ആയിട്ട് 2-3 സ്ഥലങ്ങളിലുണ്ട്, നമുക്ക് നോക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. 14 ദിവസമാണ് ബയോപ്സിയുടെ റിപ്പോർട്ട് വരാനുള്ള സമയം പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ വലിയാഴ്ചയായിരുന്നു അത്. അപ്പോൾ ചൊവ്വാഴ്ച റിപ്പോർട്ട് വന്നെന്ന് പറഞ്ഞു. എങ്കിലും എനിക്കൊരു ധൈര്യമില്ല. ഞാൻ ആ സമയത്തൊക്കെ അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴൊക്കെ ഇവിടുത്തെ തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഒക്കെയാണ് ഞങ്ങൾ ഈ ഓരോ പ്രാവശ്യവും റിപ്പോർട്ടിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തെ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങാണ് ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരേണ്ടത്. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് കൃപാസനത്തിൽ പോവാം, പ്രാർത്ഥിക്കാം. ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആ കാശ് രൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയത്.
റിപ്പോർട്ട് വയ്ക്കാൻ. എനിക്ക് തൊട്ടും തരില്ല, കൈയും കാലമൊക്കെ വിറക്കിയായിരുന്നു. ഡോക്ടറുടെ അടുത്ത് ചെന്ന് ചോദിച്ചു. റിപ്പോർട്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസറസ് ആയിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഡോക്ടർ അങ്ങനെ പറഞ്ഞു, വൈറ്റ് പാച്ചസ് ഒന്നും അധികം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ഒന്നും കൂടി എടുത്തു ചോദിച്ചു, ഡോക്ടറെ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഒന്നുമില്ലല്ലോ എന്ന്. ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ ആരോഗ്യവതിയായിട്ട് എൻ്റെ കൂടെ വേണമെന്നാണ്. എൻ്റെ അമ്മേനെ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നന്ദി ദൈവമേ, എത്ര നന്ദി പറഞ്ഞാലും എനിക്കത് മതിയാവില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് എന്നും നന്ദി. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. ഞാൻ CBT IELTS ഒക്കെ പാസ്സായതാണ്. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചാൻസസും കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വോളണ്ടറി ആയിട്ട് ഞാൻ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കയറി. അപ്പോൾ എല്ലാവരും എന്നെ കുത്തുവാക്കുകളും കളിയാക്കലുകളായിരുന്നു. നീ ഇത്രയും പൈസ കൊടുത്ത് പഠിച്ചിട്ട് ഈ വെറുതെ സേവനത്തിനാണോ നീ പോണേ? അങ്ങനെ ഒത്തിരി കൂടെ ഉള്ളവരൊക്കെ ഓരോ സ്ഥലത്ത് കയറിയപ്പോഴും എനിക്ക് ഇതൊന്നും ശരിയാവുള്ളൂ എന്ന് ഓർത്ത് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. ഞാൻ എപ്പോഴും ആ കാശുരൂപം വെച്ച് എന്നും പ്രാർത്ഥനയിൽ അത് ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ബൈബിള് വായിക്കണം. എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളായിരുന്നു. ടെൻഷൻ വന്നാലും ഞാനിപ്പോൾ ആ സമയത്തൊന്നും ആരോടും ഒന്നും പറയാൻ പോയില്ല. ബൈബിൾ എടുത്ത് രാത്രിയാണോ വെളുപ്പിനാണോ എപ്പോഴാണോ ആ ഒരു ടെൻഷനും സങ്കടം വരണേ അപ്പം തന്നെ ഞാൻ ബൈബിൾ എടുത്ത് വായിക്കാനും കുർബാനയിൽ പോകാനും. ഒരു 2 ആഴ്ചത്തേക്ക് കൂടുതൽ ഞാൻ ഗ്യാപ്പ് വരുത്താണ്ട് ഒരു മാസത്തെ മുകളിൽ ഒരിക്കലും പോയിട്ടില്ല കുമ്പസാരിക്കാതെ. അങ്ങനെ ഞാൻ കൂടുതൽ ആത്മീയ ജീവിതം ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ തന്നെ അതുവരെ ഒരു വേക്കൻസി അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു വേക്കൻസി വരെയും ഞാൻ അവിടെ ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്തിരുന്ന അതേ സ്ഥലത്ത് എന്നെ കളിയാക്കിയിട്ട് മുമ്പിൽ തന്നെ ദൈവം എനിക്ക് സ്റ്റാഫ് നഴ്സിൻ്റെ പൊസിഷൻ തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ സ്റ്റാഫ് നഴ്സായിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്ത് ഞാൻ നിയോഗം വെച്ചിരുന്ന എൻ്റെ ചേച്ചിയുടെ വിവാഹത്തിന് വേണ്ടിയായിരുന്നു. അമ്മയുടെ അസുഖങ്ങളും കാര്യങ്ങളായിട്ട് കുറച്ച് ഡിലേ വന്നെങ്കിലും അവൾക്ക് നല്ലൊരു പങ്കാളിനെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഞങ്ങൾക്കത് ഒന്നും അന്വേഷിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഞങ്ങൾ എന്നിട്ട് മാട്രിമോണിയയിൽ അമ്മ ഒന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം മാട്രിമോണിയയിൽ കൊടുത്തു. ഒരാഴ്ച എടുത്തില്ല, അതിനു മുന്നേ നല്ലൊരു ആലോചന വരികയും അത് ഫിക്സ് ആവുകയും ചെയ്തു. അവളുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും ദൈവം നന്നായിട്ട് തന്നെ എനിക്ക് നടത്തി തന്നു. ഞാൻ എൻ്റെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ യോഗ്യത കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടാസ്ക് കഴിയുമ്പോഴും അത് വെട്ടി ടിക്കിട്ട് പോണ പോലെ അതേ ഓർഡറിൽ എൻ്റെ ഓരോ നിയോഗങ്ങളും ദൈവം ടിക്കിട്ട് എനിക്ക് സാധിച്ചു തന്നു. ദൈവമേ, എല്ലാത്തിനും നന്ദി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് 1000 നന്ദി. ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ടുവന്ന് എനിക്കറിയണവർക്കും അറിയാത്തവർക്കും എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യണോടത്താണെങ്കിലും ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, നീയും കൃപാസനത്തിൽ പോയി തുടങ്ങിയോ എന്ന്. അപ്പോൾ അന്നൊക്കെ ഞാൻ ഒരു എന്താ പറയുക, അത്ര അങ്ങനെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം അതിൻ്റെയൊക്കെ ഞാൻ ഇതിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ എന്നിലുള്ള മാറ്റം, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ വാ തോരാതെ അവരോട് പറയാനുള്ളൊരു ധൈര്യവും ആ ഒരു മനസ്സിലേക്ക് ദൈവം എന്നെ ഉയർത്തി. ഞാൻ ദേഷ്യം വെച്ച് കഴിഞ്ഞാൽ ആരോടും വർഷങ്ങളോളം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കാതിരുന്നിട്ടുണ്ട്. അവരോടൊക്കെ ക്ഷമിക്കാനും അവരോട് അങ്ങോട്ട് പോയി സംസാരിക്കാനും ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിലും ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു 20-25 സൈക്യാട്രിക് പേഷ്യൻസ് ഉള്ളൊരു മഠമുണ്ട്. അവർ ഭയങ്കര കഷ്ടപ്പെട്ട് കാര്യങ്ങൾ അന്നത്തെ നടന്നു പോണവരാണ്. എനിക്ക് നഴ്സിംഗ് എന്ന് പറഞ്ഞ ജോലി അധികം ഇഷ്ടമുള്ള ഒരാളായിരുന്നില്ല. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാതെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പേഷ്യൻസിനോടാണെങ്കിൽ എനിക്ക് അത്ര ഓപ്പൺനെസ് അന്ന് അത്ര ഓപ്പണായിട്ട് എനിക്ക് എപ്പോഴും പെരുമാറാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ കരുണയോട് അവരോട് പെരുമാറാനും അവർക്ക് വേണ്ടി അവരെ ശുശ്രൂഷിക്കാനും തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, അങ്ങ് എന്നോട് ഇത്രയും കരുണ കാണിക്കണമല്ലോ, അതിലൊരു അംശമെങ്കിലും ഞാൻ അവർക്ക് കൊടുക്കണ്ടേന്ന് വെച്ച് പ്രാർത്ഥിച്ച് ചെയ്യാൻ തുടങ്ങി. അവർക്ക് വേണ്ടതെല്ലാം കറക്റ്റായിട്ട് ചെയ്യാനും അവരോട് സ്നേഹത്തോടെ സംസാരിക്കാനും ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടാനും ഒക്കെ തുടങ്ങി. അത് ദൈവം എല്ലാ രീതിയിലും എന്നെ ഉയർത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. ഈശോയ്ക്കും എന്നും എന്നെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും എല്ലാത്തിനും നന്ദി.